ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ നിന്ന് സൈഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സൈഫ്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച്, അല്ലെങ്കിൽ തന്നെ കാർമേഘം മൂടിയിട്ട് വലിയ ലൈറ്റ് ഒന്നുമില്ല, അതിനിടയിൽ ഒരാൾ അവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിപ്പുണ്ട്. എന്തായാലും സൈഫ്, എന്താണ് കൊച്ചിയിൽ സ്ഥിതി? ഈ വി ഡി സതീശൻ CM പറയുന്നത് ആളുകളുടെ കയ്യിലൊക്കെ ഇഷ്ടം പോലെ പണം നിന്നിട്ട് മാർക്കറ്റിലേക്ക് ഇറക്കി വിട്ടേക്കുകയാണ്, അവരുടെ തിരക്കാണ് കാണുന്നതെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടായിരുന്നു. ഉള്ളതാണോ? ആളുകളൊക്കെ തെരുവിൽ തന്നെയാണ് ഉള്ളത്. കൊച്ചിയിലെ ഉത്താടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് സർ? ഇനിയിപ്പോൾ ഞാൻ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. ആ മാർക്കറ്റിൽ ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നമ്മളെ ഒരു നെല്ലിക്ക കടയിലാണ്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു, ചേട്ടാ ഞാൻ ലൈവ് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു നെല്ലിക്ക എടുക്കുക, പൈസ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നെല്ലിക്ക എടുത്തു. എങ്ങനെയുണ്ട് കച്ചവടം? അടിപൊളി കച്ചവടം, തകർക്കാണ്. ഉത്തരാടപ്പാച്ചിലട്ടാ. കഴിഞ്ഞ കൊള്ളത്തെ പോലെ തിരക്കണ്ടോ? അതിന്റെ നാലിലൊന്നില്ല. അതെന്ത് പറ്റി ഈ തവണ എന്താണാവോ, മഴ ചതിച്ചു. മഴയില്ലല്ലോ ഇപ്പോൾ. മഴ ഇപ്പില്ല, പക്ഷെ എന്നാലും ആളെ ഇറങ്ങുന്നില്ല. ഇന്നെന്തൊരു നബിദിനത്തിന്റെ മുടക്കും ഇതൊക്കെ കാരണം വളരെ ശോകമാണ് കച്ചവടം. ഈ സാധാരണഗതിയിൽ ഈ സമയത്ത് ആൾക്കാർ ഇവിടെ വരാറുണ്ടാവും. അതുകൊണ്ടാണ് റീറ്റെയിലിൽ അധികം ഉണ്ടാവും, ഹോൾസെയിലൊന്നും ഉണ്ടാവില്ല, പുറത്തൊന്നും അധികം ഉണ്ടാവില്ല. മാർക്കറ്റിന്റെ അകത്ത് അവരേജ് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന വെച്ചായിരുന്നു ഈ സമയത്ത്. നെല്ലിക്കാണ് നമ്മൾ കച്ചവടം ചെയ്യുന്നത്. നെല്ലിക്ക, നാരങ്ങ, മാങ്ങ. ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത് ഏതാ? നാരങ്ങ. ഈ ഓണ സമയത്ത് ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്? ഓണ സമയത്ത് പച്ചക്കറി കച്ചവടം ഉണ്ട്. പച്ചക്കറി കച്ചവടം ഉണ്ട്. എങ്ങനെയുണ്ട് വില? ഇത്തവണ ഇന്നലത്തെ മഴ കാരണം ചെയ്തില്ല. നല്ല മഴയല്ലായിരുന്നു. നേരം വെളുത്തപ്പോൾ അന്ത്യാവുന്നവരെ മഴയായിരുന്നു. അതുകൊണ്ട് പച്ചക്കറിയുടെ വിലയൊക്കെ എങ്ങനെയുണ്ട്? പച്ചക്കറിയുടെ വില ഇന്നത്തിരി കുറവുണ്ട്. പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആൾക്കാരിലേക്ക് പോകാം. അതിന് മുമ്പ് വേറൊരാളെ എനിക്ക് പരിചയപ്പെടുത്താറുണ്ട്. ഞാൻ പരിചയപ്പെടുത്താം. നമുക്ക് ഈ മാർക്കറ്റിൽ വന്നിട്ട് സാധനം മേടിക്കാൻ വന്ന പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ഇവിടെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികൾ ചിലപ്പോൾ എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ബൈറ്റ് വെക്കുമ്പോഴത്തേക്ക് അവർ ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെനിക്ക് മറുപടി പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് അതിന് എൻ്റെ അടുത്ത് ചോദിക്കരുത്. മുൻകൂർ ജാമ്യം. സാധനമൊക്കെ മേടിച്ചാ? മേടിച്ചു. ഓണത്തിനുള്ള എല്ലാ സാധനങ്ങളായ എല്ലാ സാധനങ്ങളും വന്നുകൊണ്ടിരിക്കണേ ഉള്ളു. നിങ്ങൾക്ക് എന്താണ് ഓണമായിട്ട് ഇത് തന്നെയാണ് ഡ്യൂട്ടി? നമുക്ക് വീട്ടിലേക്ക് എന്തായാലും മേടിച്ചു കൊടുത്താ? വീട്ടിലേക്ക് മേടിച്ചു കൊടുത്തിട്ടാണല്ലോ നമ്മൾ പണിയെടുത്തത്. ഓക്കെ, ചോദിച്ചാ പണിയെടുത്ത് താഴെ ബോണസൊക്കെ കിട്ടിയാ? ബോണസ് കിട്ടി. ഓണം എങ്ങനെയുണ്ട്? ഓണം ഇപ്രാവശ്യം കൊള്ളാം. എല്ലാവർക്കും ബോണസ് കിട്ടുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് വലിയ പ്രശ്നമില്ല. യുദ്ധമൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നമില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും മാർക്കറ്റിൽ ഓടി തുണിക്കടയിൽ കാലുകുത്താൻ പറ്റാത്ത അവസ്ഥയിൽ തിരക്കുണ്ട്. വിലക്കയറ്റം എങ്ങനെയുണ്ട്? വിലക്കയറ്റം നല്ല കയറ്റമാണ്. അത് നമ്മുടെ നാട്ടിലെ ശീലമാണല്ലോ ജനങ്ങൾക്ക്. ഇത് ആദ്യത്തെ ഓണമല്ല, വിലക്കയറ്റവും ആദ്യത്തെ അല്ല, ശീലമായിക്കൊണ്ടിരിക്കണേ. എന്തായാലും പൊളി ഓണമാണ്. കാലം വിട്ട് ഓണം ആഘോഷിക്കും. കാലം വിട്ട് ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു തിയറി. അതാണല്ലോ, ആ തിയറിയിലേക്ക് ഞാൻ ഒരാളെ കൊണ്ടാണ് ബ്യൂറോയിൽ നിന്ന് വന്നത്. എന്റെ ബാക്കിലുണ്ടായിരുന്നു. അയാളാണ് ഈ നിൽക്കുന്നത്, നാസർ എന്ന പേരുള്ള റിപ്പോർട്ടർ. നീ എവിടെ പോയി? അല്ല, ഇവിടെ കായക്കൊലയൊക്കെ കണ്ടപ്പോഴേ അങ്ങോട്ട് പോയി. 70 രൂപയുണ്ട് സൈഫിക്ക മാർക്കറ്റിൽ. എന്നാലും ആള് കുറവൊന്നുമില്ല എന്നാണ് അവര് പറയുന്നത്. ഉത്രാടപ്പാച്ചിലിന്റെ ഒരു തിരക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിയുമ്പോൾ ആള് എത്തും. ഒന്നുകൂടി ഒന്ന് സന്ധ്യ മയങ്ങട്ടെ. വീട്ടിലൊന്നും പോകുന്നില്ലേ? ലീവില്ലല്ലോ. ലീവ് അങ്ങ് മേടിച്ചെടുക്കണം. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നു. അപ്പൊ ഒരു മഴയുടെ ബുദ്ധിമുട്ടുണ്ട്. ഇന്ന് ആ ഒരു തടസ്സമില്ല. പക്ഷെ ഒരു നബിദിനത്തിന്റെ ഒരു മൂഡ് കൂടി ഉള്ളതുകൊണ്ട് ഒരു ലീവ് ഉള്ള ഒരു മൂഡിലാണ് ആളുകൾ ഉള്ളത്. എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് മാർക്കറ്റിലേക്ക് എത്തും എന്നുള്ളത് ഞാൻ പ്രതീക്ഷ. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെ കച്ചവടക്കാരെല്ലാവരും ഉള്ളതെന്ന് പറയുന്നത്. എങ്ങനെയുണ്ട് ഓണം? ഓണം അടിപൊളി, കുഴപ്പമില്ല. ഉത്തരടപ്പാച്ചിലാണ് എല്ലാ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട്. സദ്യകളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ പച്ചക്കറികളെല്ലാം വാങ്ങിച്ചു. അവിയല്, സാമ്പാർ, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, പുളിശ്ശേരി എല്ലാം വെക്കാനെല്ലാം വാങ്ങിക്കും. നാളെ പരിപ്പും വാങ്ങിക്കും, പാലടയും വെക്കും. രണ്ട് പായസം വെക്കും. കുടുംബത്തിൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? ഞങ്ങള് ചേട്ടന്മാരെ ഒരുമിച്ച് എല്ലാവരും പോകണം. എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങള് 4 ഏട്ടന്മാരും എല്ലാവരും ഭാര്യമാരും എല്ലാവരും തറവാട്ടിലുണ്ട്. ഞാൻ തറവാട്ടിലാണ്. എന്റെ മോളാണിത്. വമ്പ ആഘോഷമാണ്. എങ്ങനെയുണ്ട് ഓണം? എല്ലാ കസിൻസിനെ എല്ലാം വീണ്ടും കാണാൻ പറ്റും അല്ലേ? ഒരു പൊടിക്കുഞ്ഞുണ്ടായിട്ടുണ്ട് ഓണത്തിന്. കുഞ്ഞ് ഇന്നത്തെ 8 ദിവസമായിട്ടുള്ളൂ. അതെയല്ലേ? അപ്പൊ അത് പുതിയ ഓണമാണ്. ആദ്യത്തോണം.